അപ്പൊ ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ്. അത് എല്ലാവർക്കും കണ്ടവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും താങ്ക്സ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രാഗനെയാണ്, ഒരു പേപ്പർ ഡ്രാഗനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ റോബോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്, റോബോട്ട് അല്ല സോറി, ഡ്രാഗൺ ഉണ്ടാക്കാൻ പോവുകയാണെന്ന്. അപ്പൊ നമുക്ക് ഡ്രാഗൺ ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ മടക്കണം ഗൈസ്. ഇങ്ങനെ ഒരു ബോക്സ് ഷേപ്പ് കിട്ടാൻ നമ്മൾ മടക്കത്തില്ലേ, അതുപോലെ മടക്കണം. ബോക്സ് ഷേപ്പ് കിട്ടി. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മടക്കണം, ഫോൾഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പകുതി ഭാഗം കീറിയെടുക്കണം ഗൈസ്. പകുതി ഭാഗം നമ്മൾ അത് മടക്കിയിട്ട് കീറണം ഗൈസ്. സിസേഴ്സ് വെച്ച് ഈസി ആവുന്നവര് സിസേഴ്സ് വെച്ച് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ മടക്കണം. അത് മടക്കി വരുന്നതാണ്. അപ്പൊ നമ്മൾ അതൊന്ന് മടക്കി കൊടുക്കണം, അല്ലെങ്കിൽ വരത്തില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പേപ്പർ ഇങ്ങനെ മടക്കിയത് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ മടക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മടക്കണം ഗൈസ്. എക്സ് ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ കിട്ടും ഗൈസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എക്സ് ഷേപ്പിൽ കിട്ടും. അത് നമ്മൾ അപ്പുറത്തോട്ട് മടക്കണം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഇങ്ങോട്ട് മടക്കണം ഗൈസ്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ഇരുന്നത് ഇങ്ങനെ ആക്കി ഗൈസ്. അപ്പൊ അത് മടക്കി എടുത്തിട്ട് നമ്മൾ ഇത് തുറക്കണം. തുറന്നതിന് ശേഷം നമ്മൾ ഈ സാധനം ഇങ്ങനെ ആക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കണം. എന്റെ കൈ ഭയങ്കര വേർപ്പാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വേർപ്പാണ് ഗൈസ്. കണ്ടില്ലേ, ഇത് ഈ പേപ്പറൊക്കെ ഇച്ചിരി നനഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോ ഇത്രയും 4 ബോക്സ് കിട്ടുന്ന സൈഡ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ 2 ഭാഗവും പിടിച്ചിട്ട് ഇങ്ങനെ ആക്കണം ഗൈസ്. കണ്ടില്ലേ, ഇങ്ങനെ അകത്തോട്ടാക്കണം. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. അത് നമ്മൾ ഇങ്ങനെ ആക്കണം ഗൈസ്. നമ്മൾ ഇങ്ങനെ ആക്കുമ്പോ ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു. അത് നമ്മൾ ഇനിയും ആ ഒരു ഭാഗം ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇതിങ്ങനെ പുറകിലോട്ട് കൊണ്ടുവരണം. അത് മാത്രമല്ല, ഈ സാധനം കൂടെ പുറകിലോട്ട് കൊണ്ടുവരണം. അപ്പൊ ഗൈസ്, ഇത് കണ്ടില്ലേ, ഇപ്പൊ ഇത് തുറക്കുമ്പോ ഇങ്ങനൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ അത് ഇങ്ങനെ ആക്കി വെക്കണം. ഇപ്പൊ വന്നതിന്റെ അനിയനാണ്. ഓക്കെ, അത് ഗൈസ്, അത് കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ ഞാൻ കിട്ടുന്ന ഭാഗം ഇവിടെ അല്ല ഓപ്പൺ, ഇവിടെ ഓപ്പണിങ് കിട്ടുന്ന സൈഡിൽ, ഇവിടെ താഴെ ഓപ്പണിങ് കിട്ടുന്ന സൈഡിൽ നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കണം ഗൈസ്. ഇങ്ങനെ നമ്മൾ ആക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈന് അതിനകത്ത് നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കണം. കണ്ടില്ലേ ഗൈസ്, ഇങ്ങനെ ഇരുന്ന സാധനം ഈ ഒരു ലൈന് പിടിച്ചിട്ട് ഇങ്ങനെ മടക്കണം. കണ്ടോ ഗൈസ്, ഇങ്ങനെ മടക്കണം. അപ്പൊ അത് ഓപ്പോസിറ്റ് സൈഡിലും അങ്ങനെ തന്നെ ചെയ്യണം ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇങ്ങനെ തുറക്കണം. നമ്മൾ ഇത് അടച്ചത് നമ്മൾ ഇതാണ്ട് ഇങ്ങനെ തുറക്കണം. അത് കഴിഞ്ഞിട്ട് ഗൈസ്, ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, എനിക്കും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. നമ്മൾ ഈ ഓപ്പണിങ് ഇങ്ങനെ പകുതിയാക്കി തുറക്കണം.
പകുതിയാക്കി മടക്കല്ലേ, പകുതിയാക്കി ഇങ്ങനെ തുറക്കണം. അത് കഴിഞ്ഞിട്ട് ഗൈസ് ഇത് കഴിഞ്ഞു പകുതിയാക്കാനല്ല, കുറച്ചും കൂടെ മണ്ടയിലോട്ട് ഇങ്ങനെ ആവണം, കുറച്ചും കൂടെ മണ്ടയിലോട്ടാകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മടക്കി ആ ഒരു ഷേപ്പിൽ നമ്മൾ അകത്തോട്ട് കയറ്റണം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 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 അകത്തോട്ടാക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, കണ്ടില്ലേ ഗൈസ്? നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് ക്ലോസ് ചെയ്യണം. ഇനി ഈ ഭാഗം കൂടെ അങ്ങനെ ആക്കി എടുക്കണം ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ കൺസ്ട്രക്ഷനിൽ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പൊ ഗൈസ് നമ്മൾ ഇങ്ങനെ ഇരുന്ന സാധനത്തിന്റെ ഈ പാർട്ട് എടുത്തിട്ട് നമ്മൾ മണ്ടയിലോട്ടാക്കണം. ഈ ഭാഗം ഈ പാർട്ട് ആൾസോ എടുത്തിട്ട് മണ്ടയിലോട്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മടക്കണം ഗൈസ്. ഇച്ചിരി നല്ല പോലെ മടക്കണം ഗൈസ്. കണ്ടില്ലേ, ഇച്ചിരി നല്ല പോലെ മടക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നേരെ അൺഫോൾഡ് ആക്കിയിട്ട് ഈ ഒരു നടുക്ക് ഭാഗം എടുക്കണം ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇത് മണ്ടയിലോട്ടാക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. മണ്ടയിലോട്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. രണ്ട് സൈഡും അങ്ങനെ ആക്കിയത് നമ്മൾ മണ്ടയിലോട്ടാക്കി എടുക്കണം. കണ്ടില്ലേ, ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഇതാണ് അതിന്റെ ചിറക്. അപ്പൊ ഗൈസ് അത് നമ്മൾ ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ഇരുന്ന സാധനം ഇങ്ങനെ ആക്കണം. കണ്ടില്ലേ ഗൈസ്? ഇങ്ങനെ ആക്കി എടുക്കണം ഗൈസ്, ഇങ്ങനെ ആക്കി എടുക്കണം. അപ്പൊ നമുക്ക് അതിന്റെ ചിറക് ഇതാക്കി എടുക്കാൻ പറ്റും. ഡ്രാഗണ് ഓക്കെ ഗൈസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം നമ്മൾ ഇങ്ങനെ മടക്കണം, താഴോട്ട് മടക്കണം. കണ്ടില്ലേ ഗൈസ്? താഴോട്ട് അതൊന്ന് മടക്കി എടുക്കണം. ഇനി അത് നമ്മൾ നടുക്ക് ഭാഗം ഇങ്ങനെ എടുത്തിട്ട് അകത്തൂന്ന് ബെൻഡ് ചെയ്തെടുക്കണം ഗൈസ്. കണ്ടില്ല ഗൈസ്? അപ്പൊ ഇങ്ങനത്തെ ഒരു തല നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതും കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്? അപ്പം ഈ ചിറക് വേണമെങ്കിൽ നമുക്ക് നേരെ ആക്കി എടുക്കാം. കണ്ടില്ലേ ഗൈസ്? സോറി, ഞാൻ ആദ്യം പറഞ്ഞത് ഡ്രാഗൺ ഉണ്ടാക്കാമെന്നാണ്. പക്ഷെ ഇത് ഡ്രാഗൺ അല്ല, ഇതിന്റെ പേര് ഒറിഗാമി. ആ സാധനത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും ഞാനത് നമ്മുടെ വീഡിയോയുടെ ആദ്യത്തെ ഹെഡ്ലൈനിൽ ഇട്ടേക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ബൈ ഗായ്സ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.